നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ വചനം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തെളിമയുള്ളതാക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. വചനം ജഡമായി കൃപയും സത്യമായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത ആ ജീവിത പന്ഥാവ് തുടരുവാൻ ഞങ്ങളുടെ ബലഹീനമായ ജീവിതത്തെ നീ ഒരുക്കണമേ. എളിയ അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ച് ഒന്നാമത് ചെന്ന് നിൻ്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കാം. Before I come to the table, is there someone with whom I need to be reconciled? ഞാൻ കർത്തൃമേശയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ആരോടെങ്കിലും എനിക്ക് നിരക്കേണ്ടതായിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മളെ ഭരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഹോളി കുർബാന, ടേബിൾ ഓഫ് റെക്കൺസിലിയേഷൻ എന്നുള്ളതാണ്. ഹോളി കുർബാന, ടേബിൾ ഓഫ് റെക്കൺസിലിയേഷൻ എന്നുള്ളതാണ്. അനുരഞ്ജനത്തിൻ്റെ കർത്തൃമേശ, അനുരഞ്ജനത്തിൻ്റെ കർത്തൃമേശ. നമുക്കറിയാം, ലൈഫ് ഈസ് എ ജേർണി and life is short, and we pass through certain pathways, and those pathways are not constructed by us, and those pathways are constructed by our forefathers who are being guided by God Almighty. നമ്മൾ സഞ്ചരിക്കുന്ന സഞ്ചാരപഥത്തിനകത്ത് നമ്മളെ നയിക്കുന്നത് ദൈവം തമ്പുരാനാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മളോട് പറയാണ്, നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ചില വഴികളിലൂടെ പോകണം. അതുകൊണ്ട് 2 ചോദ്യങ്ങളാണ് ഇന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. 1, വാട്ട് ആർ ദ വേസ് ടു ദ ലോർഡ്സ് ടേബിൾ? ക്രിസ്തുവിൻ്റെ മേശയിലേക്കുള്ള, കർത്തൃമേശയിലേക്കുള്ള വഴികൾ ഏതൊക്കെയാണ്? 2, what is the fuel which propels our life to reach or to pass through those pathways? ഈ സഞ്ചാരത്തിനകത്ത് നമ്മുടെ ഈ ജീവിതത്തെ സ്വാധീനിക്കുന്ന, അല്ലെ ജീവിതത്തിനെ നയിക്കുന്ന ഫ്യൂവൽ എന്താണ്? നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കറിയാം, when we pass through certain pathways, we reach certain crossways, certain crossroads. And in those crossroads, ആ ജംഗ്ഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ ശരിക്കും വഴി അറിയില്ല. അന്നേരം നമ്മൾ ദൈവത്തോട് പറയും, ദൈവമേ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണേ. നമുക്ക് വഴി കാണിച്ചു തരുമ്പം നമുക്ക് തോന്നൽ വരും, അവിടെ വരെ ചെന്നെത്താനുള്ള പെട്രോള് നമ്മുടെ വണ്ടിയിൽ കാണത്തില്ല. Do we have enough fuel to reach that destination? നമ്മൾ വാഹനമൊക്കെ ഓടിച്ചു പോകുന്നവരാണല്ലോ. അങ്ങനാണെങ്കിൽ
what are the pathways we need to pass through to reach the destination of the holy table? കുർബാന നമുക്കറിയാം. കുർബാനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ പാത്വേയിൽ ഒന്നാമത്തെ 2-3 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തെ പാത്വേ എന്ന് പറയുന്നത് ദ പാത്വേ ഓഫ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണത്തിൻ്റെ വഴി. ഇവിടെ വേദഭാഗത്ത് ദൈവം തമ്പുരാൻ കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ യാഗപീഠത്തിങ്കിൽ വഴിപാടർപ്പിപ്പാനായിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനോടൊരു ചോദ്യം ചോദിച്ചു. അതൊരു എക്സിസ്റ്റൻഷ്യൽ ചോദ്യമാണ്. എന്താണെന്നറിയാം ആ ചോദ്യം? ഡു യു ഹാവ് എനി ഐഡിയ? So in the Garden of Eden, actually Jesus, God Almighty told or asked a question to Adam. What was that question? Adam, where are you? ആദമേ നീ എവിടെ? സോ വെൻ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം ഒരു ചോദ്യം ചോദിക്കും, നീ എവിടെയാണ്? ക്രിസ്തുയേശുവിലൂടെ ദൈവം തമ്പുരാൻ നമ്മളെ അവനോട് നിരപ്പിച്ചു. നിങ്ങൾ ഇന്ന് ആ നിരപ്പിൻ്റെ ഭാഗത്താണോ എന്നൊരു ചോദ്യം ചോദിക്കും. രണ്ടാമതൊരു ചോദ്യം കായീനോട് ചോദിച്ചിട്ടുണ്ട്. അതെന്തോന്നറിയാമോ? പറയാം. ആ പുറയിലിരിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് അറിയത്തില്ല? ഓ ഡു ഐ നീഡ് ടു ആസ്ക് ഇൻ ഇംഗ്ലീഷ്? നോ. അറിയാമോ എന്താ ചോദിച്ചേ? കായീനെ പറഞ്ഞാട്ടെ. കായീനെ, നിൻ്റെ സഹോദരൻ എവിടെ? വെർ ഈസ് യുവർ ബ്രദർ? അന്നേരം ഒന്നാമത് നമ്മൾ ആ യാത്ര തുടങ്ങുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന 2 ചോദ്യങ്ങളാണ്. 2 എക്സിസ്റ്റൻഷ്യൽ ചോദ്യങ്ങൾ ദൈവം തമ്പുരാൻ ചോദിച്ച ചോദ്യമാണ് കർത്തൃമേശയിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദിക്കേണ്ടുന്നത്. ഒന്ന്, വേർ ആർ യു? ആർ യു റിയലി റെക്കൺസൈലിംഗ് വിത്ത് മീ? വേർ ഈസ് ദ സ്പേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ യു? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് നമ്മൾ ഉള്ളിലോട്ട് തന്നെ ഒന്ന് നോക്കും. നോക്കിയിട്ട് പറയും, ഞാൻ ഇനി കുറച്ചുകൂടെ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കുമ്പോൾ നമ്മുടെ കോൺഷ്യൻസ് നമ്മളോട് പറയും, എന്തോ പറയും? നമ്മൾ കുറച്ചുകൂടെ നന്നാകേണ്ടതായിട്ടുണ്ട്. ആ കുറച്ചുകൂടെ നന്നാകേണ്ടതുള്ളതിന് വേണ്ടി നാം ദൈവസന്നിധിയിൽ അനുതപിച്ച് പ്രാർത്ഥിക്കും. അതാണ് റിപ്പൻറ്റൻസ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള എസെൻഷ്യൽ റിക്വസിറ്റ് എന്ന് പറഞ്ഞാൽ അത്യന്താപേക്ഷിതമായ കാര്യമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കുമ്പസാരിക്കണം. നമ്മുടെ കുമ്പസാരം നമുക്കറിയാം, ദൈവത്തോട് നമ്മൾ നേരിട്ട് കുമ്പസാരിക്കുകയാണ്. പുരോഹിതൻ ഇവിടെ നിന്ന് കുമ്പസാര പ്രാർത്ഥന നമുക്ക് ചൊല്ലിത്തരികയാണ്. നമ്മളത് ഏറ്റുപറയുകയാണ്. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ അനുദപിക്കുകയാണ്. The first pathway is the pathway of repentance. അനുതാപമില്ലാതെ കർത്തൃമേശയിലോട്ട് ചെല്ലാൻ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അനുതാപമില്ലാതെ കർത്തൃമേശയിലേക്ക് ചെല്ലാൻ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. റെക്കൺസിലിയേഷൻ പെട്ടെന്നുണ്ടാകത്തില്ല, അനുതാപം ഉണ്ടാകണം. വേർ ഈസ് മൈ സ്പേസ്? വേർ ആർ യു? ഞാൻ ദൈവത്തോടുള്ള റെക്കൺസിലിയേഷനിലാണോ? ഒരു കൊച്ചു പയ്യനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവന് കുറേ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു. 3-4 വർഷം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഈ സഞ്ചാരപഥങ്ങളൊക്കെ അവനെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കി. ഓൾറെഡി നശിക്കുന്ന വഴിയിലൂടെ പോയത്. അവൻ തിരിച്ചു ചെന്നപ്പോൾ അവൻ്റെ അമ്മ മുട്ടുകുത്തി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നീണ്ട കഥയാണ്, ഞാൻ പെട്ടെന്നങ്ങ് നിർത്തുന്നുള്ളേ ഉള്ളൂ. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ കൊച്ചു പയ്യൻ പിൽക്കാലത്ത് പറഞ്ഞു, ഗ്രേസ് ആർട്സ് ഇൻ മീ ആസ് ദ ഫ്യൂവൽ that ignited me to move from that wretched position to my home. എനിക്ക് ദൈവത്തിൻ്റെ കൃപ എന്ന ഇന്ധനം ലഭിച്ചതിലൂടെ ഞാൻ കിടന്ന ആ കഠിന അനുഭവത്തിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ എന്നെ സഹായിച്ച ഇന്ധനമാണ്. അങ്ങനെങ്കിൽ ഗ്രേസ് ഈസ് ദ ഫ്യൂവൽ that helps us to identify our faults. നമ്മുടെ കുറവുകൾ ഓരോന്നോരോന്നായി കാണണമെങ്കിൽ ദൈവകൃപയിൽ നമ്മളെ തന്നെ നോക്കണം. നമ്മളെപ്പോഴും വല്ലവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, എവിടെ നോക്കിയാലും ഈ കംപ്ലൈനിങ് ആളുകൾ മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ കോൺട്രിബ്യൂട്ടിങ് പേഴ്സൺസ്. കംപ്ലൈനിങ് ആണ്. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴും ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നും, ഈ മനുഷ്യൻ ഇങ്ങനല്ല നിൽക്കേണ്ടുന്നത്, ഇത്രയും നേരം പ്രസംഗിക്കരുതായിരുന്നു, ഇത്രയും നേരം നിൽക്കരുതായിരുന്നു, ഇരിക്കണമായിരുന്നു എന്നൊക്കെ തോന്നുമായിരിക്കാം. ഇനി ഇവിടെങ്ങും അങ്ങനെ തോന്നാത്തവരാന്ന് തോന്നുന്നു. കംപ്ലൈനിങ് ആണോ കോൺട്രിബ്യൂട്ടിങ് ആണോ നമ്മൾ എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ ഈ ചോദ്യം നമ്മളോട് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഈ മനുഷ്യൻ വീണ്ടും പറയുകയാണ്, ആരാ? ഈ കൊച്ചു പയ്യൻ പറയുകയാണ്, വെൻ ഐ വാസ് വിത്ത് മീ യു വർ ഔട്ട്. വെൻ യു വർ വിത്ത് മീ ഐ വാസ് ഔട്ട്. വെൻ യു വർ വിത്ത് മീ you were intimate to me than myself. എൻ്റെ ഉള്ളിൽ അഹമെന്ന ഭാവം ഉണ്ടായിരുന്നപ്പോൾ, കർത്താവേ നീ എവിടെ ആയിരുന്നു? നീ പുറത്തായിരുന്നു. എൻ്റെ ഉള്ളിൽ നീ വന്നപ്പോൾ എൻ്റെ അഹം എവിടെ പോയി? പുറത്തു പോയി. എൻ്റെ ഉള്ളിൽ നീ വന്നപ്പോൾ എനിക്ക് എന്നെക്കാട്ടിലും സ്നേഹം എനിക്ക് നിന്നോടായിരുന്നു. കർത്തൃമേശയിലേക്ക് പോകുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണ്, ഏത് സ്റ്റെപ്പെന്നറിയാമോ? പ്യൂരിഫിക്കേഷൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് റിപ്പൻറ്റൻസ്. അനുതപിക്കുന്നവനെ ദൈവം തൻ ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിക്കും. അങ്ങനെ നിരപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒരു ശുദ്ധി കലശത്തിലൂടെ ഉണ്ടാകും. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ നടക്കുന്നവരാണ്, പക്ഷേ ആദ്യം ശുദ്ധീകരിക്കേണ്ടുന്നത് നമ്മളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വഴിപാടർപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ ആദ്യം നിങ്ങളുടെ സഹോദരനോട് നിരക്കണം. നിരന്നിട്ട് വേണം രണ്ടാമത് വന്ന് എന്നോട് നിരക്കാൻ. ഈ യാഗപീഠത്തിൽ വരാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവിടെ നിർത്തട്ടെ. പ്യൂരിഫിക്കേഷൻ ആൻഡ് റിപ്പൻറ്റൻസ് ദാറ്റ് മേക്സ് അവർ റെക്കൺസിലിയേഷൻ പോസിബിൾ. അതാണ് ഒന്നാമത്തെ പാത്വേ. മക്കളെ, ഒന്നാമത്തെ പാത്വേ എന്തായിരുന്നു? പ്യൂരിഫിക്കേഷൻ പാത്വേ. ആ പ്യൂരിഫിക്കേഷൻ പാത്വേയിൽ നമുക്ക് എന്തോ ഉണ്ടാകണം? റിപ്പൻറ്റൻസ് ഉണ്ടാകണം. രണ്ടാമത്തെ പാത്വേ എന്ന് പറയുന്നത് പാത്വേ ഓഫ് ഫൊർഗീവ്നെസ്. ക്ഷമിക്കാനും ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യമുണ്ടാകുവാനും നമുക്ക് കഴിയണം. ഈ വേദഭാഗം നമ്മൾ പറയുന്നത്, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആരെ പോയി കാണണം? നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കണം. വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എവിടെ? വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരനുമായിട്ടോ സഹോദരിയുമായിട്ടോ കുഞ്ഞുമായിട്ടോ അപ്പനുമായിട്ടോ അമ്മയുമായിട്ടോ ആരോടെങ്കിലും ഒരു നിരപ്പുണ്ടെങ്കിൽ അത് നിരപ്പ് പ്രാപിക്കണം. എന്നിട്ട് വേണം കുർബാന വന്നർപ്പിപ്പാൻ. സോ ദ സെക്കൻഡ് പാത്വേ ഈസ് ദ പാത്വേ ഓഫ് ഫൊർഗീവ്നെസ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈഗോയിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ പോകും. യാക്കോബ് ഈഗോയിൽ വലിയ മനുഷ്യനായിരുന്നു. ഈഗോ അഗ്രഗണ്യനായിരുന്നു. യാക്കോബും തൻ്റെ സഹോദരനും തമ്മിൽ വഴക്കുണ്ടായി രണ്ടുപേരും കൂടെ പിരിഞ്ഞുപോയി. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ യാക്കോബിന് മനസ്സിലായി, ഇനി ഞങ്ങൾക്ക് നിരന്നെങ്കിൽ മാത്രമേ മതിയാവുള്ളൂ. അതുകൊണ്ട് യാക്കോബ്
തൻ്റെ ആടുമാടുകളെയും ബാല്യക്കാരെയും ഒക്കെ മുന്നേ വിട്ടിട്ട് അതിൻ്റെ പുറകെ ആര് കയറി ചെന്നു? യാക്കോബ് തൻ്റെ ഭാര്യമാരെയും ആദിവെപ്പാട്ടുകളെ അതിൻ്റെ ഭാര്യയൊക്കെ വെച്ച് വിട്ടതിന് ശേഷം യാക്കോബ് രാത്രി യാബോക്ക് നദിയുടെ കരയിലൊന്നിരുന്നു. യാബോക്ക് നദിയുടെ കരയിലൊന്ന് ഇരുന്നു. എല്ലാവർക്കും വേണ്ടുന്നതാണ് യാബോക്ക് നദിക്കരയിലെ ഏകാന്തമായ റെസ്ലിംഗ്. അന്ന് രാത്രി ഒരു പുരുഷൻ വന്ന് ആരുമായിട്ട് മല്ല് പിടിച്ചു? യാക്കോബുമായിട്ട് മല്ല് പിടിച്ചു. യാക്കോബുമായിട്ട് മല്ല് പിടിച്ചത് യാക്കോബിൻ്റെ ഉള്ളിലെ യാക്കോബാകുന്ന അഹവും ഐ എന്ന ഭാവവും യാക്കോബിൻ്റെ ഉള്ളിലെ യാക്കോബല്ലാത്ത ദൈവവും തമ്മിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടായി. രാത്രി മുഴുവൻ മൽപ്പിടിച്ചു. ആ മൽപ്പിടുത്തത്തിന് അവസാനം യാക്കോബിന് മനസ്സിലായി തൻ്റെ ഐ ഒരിക്കലും ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ജയിക്കത്തില്ല. യാക്കോബിൻ്റെ തുടയ്ക്കൊരു ഉളുക്കുമൊക്കെ ഉണ്ടായി. യാക്കോബ് തോറ്റു. യാക്കോബിൻ്റെ ഉള്ളിലെ ആര് ജയിച്ചു? ദൈവം ജയിച്ചു. ഇത് നമ്മുടെ മക്കളുടെ മക്കൾക്കും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വർത്തമാന കാലഘട്ടത്തിലെ പ്രതിസന്ധികൾ നമ്മൾ വിസ്മരിച്ചു പോകരുത്. 13 വയസ്സുള്ളൊരു പെങ്കൊച്ച് വല്യപ്പനെ കൊല്ലാൻ 3 സഹപാഠികൾ, 13-14 ഒക്കെ കാണത്തുള്ളൂ, 3 സഹപാഠികൾ വളരെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടെ കൊല്ലാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നു, കൊല്ലുന്നു. കൂസലില്ലാതെ പറയുന്നു, എവിടെയായി ലോകം? മൊബൈൽ ഫോൺ മേടിക്കാനായിട്ട് കാശ്, ഐഫോൺ മേടിക്കാനായിട്ട് മേടിച്ച് അതിൻ്റെ മാസത്തവണ അടയ്ക്കുന്നത് സംബന്ധിച്ചുള്ള പറച്ചിൽ. 18 വയസ്സുള്ള പയ്യൻ വലിയ പാറയുടെ മണ്ടയ്ക്ക് പോയി നിന്ന് 3 മണിക്കൂർ പോലീസിനെയും ഉൾപ്പെടെ താഴെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. അപ്പൻ ചെന്ന് മോനെ വാടാന്ന് പറഞ്ഞ് പിടിക്കുകയാണ്. അപ്പനും മോനും ഒരുപോലെ താഴോട്ട് വീഴുകയാണ്. ഇത് കണ്ട അമ്മ അവിടെ നിന്ന് താഴോട്ട് വീഴുകയാണ്. ഒരു കുടുംബം മുഴുവൻ തകരുകയാണ്. നമുക്കൊരു നിമിഷം ആരോടെങ്കിലും ഒന്ന് ക്ഷമിക്കാൻ കഴിയുമോ? ആരോടെങ്കിലും നമുക്കൊരു നിമിഷം ഒന്ന് ക്ഷമിക്കാൻ കഴിയുമോ? വർത്തമാന കാലഘട്ടത്തിൽ ഹൈലി ലിബറൽ ഇൻഡിവിജ്വലിസ്റ്റിക് വേൾഡാണ്. ഈ ഇൻഡിവിജ്വലിസ്റ്റിക് വേൾഡിൽ ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ലൈഫ് ആൻഡ് ഐ ആം ദ മേക്കർ ഓഫ് മൈ ലൈഫ്. ഐ ഡു വാട്ട് ഐ വാണ്ട് ടു ഡു ആൻഡ് ഐ ഗോ വേറെവർ ഐ വാണ്ട് ടു ഗോ ആൻഡ് ഐ ഈറ്റ് വാട്ട് എവർ ഐ വാണ്ട് ടു ഈറ്റ്. ആൻഡ് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മളോട് ചോദിക്കുന്നത് ഇതിനപ്പുറമായ ചില മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് ദ സെക്കൻഡ് പാത്വേ ഇസ് ദ പാത്വേ ഓഫ് ഫോർഗീവ്നെസ്. പാത്വേ ഓഫ് ഫോർഗീവ്നെസ് അകത്ത് കർത്താവ് കാണിച്ചൊരു വഴിയുണ്ട്. കർത്താവ് നമുക്കറിയാം, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് ഈവൻ അപ് ടു ദ പോയിന്റ് ഓഫ് ദ ക്രോസ്. ഈ സൃഷ്ടി മുഴുവൻ നിർമ്മിച്ച പിതാവിനോടുകൂടെ ചേർന്ന് നിന്ന കർത്താവ് ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുകയാണ്. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നോ? ഇല്ല. അതാണ് ഹൗ മച്ച് ക്യാൻ ഐ ഫോർഗീവ്, ഹൗ മച്ച് ഐ ക്യാൻ ലവ് ഹിം, ഹൗ മച്ച് ക്യാൻ ഐ ലവ് ഹിം. എത്രമാത്രം എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയും, എത്രമാത്രം അവനുമായുള്ള ബന്ധത്തിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയും. ഓൾവേസ് ലുക്ക് അറ്റ് ദ പിയേഴ്സ്ഡ് സൈഡ് ഓഫ് അവർ ക്രൈസ്റ്റ്. That will open our eyes to forgive others and to forgive ourselves. രണ്ടാമത്തെ പാത്വേ അതാണ്. ഞാൻ അവിടെ നിർത്തട്ടെ. ഫോർഗീവ് ചെയ്യണമെങ്കിലും അഗസ്റ്റിൻ പറയുന്നത് എന്താണെന്നറിയാമോ? നോ വൺ ഫുൾഫിൽസ് ലോ എക്സെപ്റ്റ് ബൈ ദ ഗ്രേസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
No one fulfills the law except by the grace of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടാതെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, whether you turn to the right or to the left, your ears will hear a voice from behind saying, this is the way, walk in it. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു ശബ്ദം നിങ്ങൾ കേൾക്കും, അതിൽ നടക്കണം. അതാരുടെ ശബ്ദമാണ്? പരിശുദ്ധാത്മാവ് നൽകുന്ന ശബ്ദമാണ്. അബൈഡ് ബൈ ദ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് അബൈഡ് ഓൾവേസ് ബൈ ദ ഗൈഡൻസ് ഓഫ് അവർ ഈഗോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നിർത്താം. മൂന്നാമത്തെ എന്താണെന്നറിയാമോ? If you have the purification pathway, if you have the pathway of repentance, then if you have the pathway of forgiveness, then definitely you will enter into the fourth pathway, that is the pathway of reconciliation. Reconciliation, നിരപ്പ്. നമ്മൾ ഇപ്പോൾ വായിച്ച് കേട്ട രണ്ടാം പാഠഭാഗത്തിനകത്ത് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവം ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. ദൈവം ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അങ്ങനെങ്കിൽ നമുക്ക് ആ നിരപ്പ് പ്രാപിച്ചവരെന്നുള്ള നിലയിൽ നമ്മൾ സമസൃഷ്ടങ്ങളോടും സഹോദരങ്ങളോടും നിരപ്പ് പ്രാപിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും. ഐ അബൈഡ് ഇൻ യു. വേർ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഐ അബൈഡ് ഇൻ യു. ഐ റിമെയിൻസ് ഇൻ യു. ഞാൻ നിന്നിലും, യു റിമെയിൻസ് ഇൻ മീ. ഞാൻ നിന്നിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഈ 5-ാം അധ്യായം നമ്മുടെ ഗിരിപ്രഭാഷണമാണ്. ഈ ഗിരിപ്രഭാഷണത്തിൽ തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്കറിയാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അറിയും, അല്ലെ സ്വർഗരാജ്യം ലഭിക്കും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം ലഭിക്കും. ഈ ഈ ദാരിദ്ര്യമെന്ന് പറയുന്ന അവിടെ ആത്മാവില്ലാത്തവൻ ഭാഗ്യവാൻ എന്നുള്ള അർത്ഥമല്ല. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഗ്രീക്കൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അനുസരിച്ച് എനിക്കില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം, എനിക്ക് ക്ഷമിക്കാതെ, എനിക്ക് അനുരഞ്ജനം പ്രാപിക്കാതെ, എനിക്ക് റിപ്പൻറ്റൻസ് ചെയ്യാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ബോധ്യം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഡയറക്ഷൻ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്നുള്ളൊരു ബോധ്യം. വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യന് 2 തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഒന്നൊരു കോമൺ ഡിസയറുമുണ്ട്, മറ്റൊന്നൊരു ഇഫക്റ്റീവ് ഡിസയറുമുണ്ട്. കോമൺ ഡിസയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവരും വലിയ വീട് മേടിക്കുന്നു. കാക്കനാട് എല്ലാവരും വലിയ വീട് മേടിക്കുന്നു. എനിക്ക് നല്ലൊരു വീട് വേണം. കാശുണ്ടേ മേടിക്കാം, കാശില്ലേ മേടിക്കാൻ പറ്റത്തില്ല. അത് കിട്ടിയാലും വലിയ കുഴപ്പമില്ല, കിട്ടിയില്ലേലും വലിയ കുഴപ്പമില്ല. ഇതാണ് കോമൺ ഡിസയർ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഇവിടെ കൂടെ പോകുമ്പോൾ ഇവിടുത്തെ ആ വെള്ളക്കെട്ടിലൊന്ന് വീണു. വെള്ളക്കെട്ടിലൊന്ന് വീണ് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ നീന്തറിയത്തില്ല, വലിയതല്ല, ഒട്ടും അറിയത്തില്ല. വീണ് കഴിയുമ്പോൾ ഞാനൊന്ന് മുങ്ങിപ്പോകും താഴോട്ട് കഴിയുമ്പം ഞാൻ മുകളിലോട്ട് വരും. രക്ഷിക്കണമെന്നോ എൻ്റെ കൈ കാണിക്കും. അതാണ് ഇഫക്റ്റീവ് ഡിസയർ. എനിക്ക് പ്രാണവായു കൂടാതെ ജീവിക്കാൻ കഴിയുകയില്ല. അതാണ് ഇഫക്റ്റീവ് ഡിസയർ. അതുകൊണ്ട് കർത്തൃമേശയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടും നമ്മുടെ ശുദ്ധീകരണവും, നമ്മുടെ അനുതാപവും, നമ്മുടെ ക്ഷമിക്കുവാനുള്ള കഴിവും, നമ്മുടെ അനുരഞ്ജനവും സാധ്യമായി തീരുമ്പോൾ എൻ്റെ സഹോദരൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ തോന്നും. യാക്കോബ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെനിയേൽ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ആരെ കാണാൻ പോകുന്നുണ്ട്? തൻ്റെ ചേട്ടനെ കാണുന്നുണ്ട്. ചേട്ടൻ ദൂരത്തു നിന്ന് വരുമ്പോൾ തന്നെ, അതിനു മുമ്പേ കൊല്ലുമെന്ന് വിചാരിച്ചവനാണ്, ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ
എന്താ പറഞ്ഞു? എൻ്റെ സഹോദരൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ തോന്നി. അവനും അങ്ങനെ എൻ്റെ മുഖം നോക്കിയപ്പം തോന്നി. അവനും അങ്ങനെ എൻ്റെ മുഖം നോക്കിയപ്പം തോന്നി. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കിനെ പരിമിതപ്പെടട്ടെ. അങ്ങനെങ്കിൽ ഈ അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിലോട്ട് ചെല്ലുമ്പോൾ resurrected Christ's presence makes our life a never ending festival. മിന്നലോടുത്തവരാരെ കണ്ടാൽ ഭ്രമിച്ചിടുമോ? മൺമയരാവാനേ ഭുജിച്ചിടുമ്പോൾ മുഖം ശോഭിക്കും. ഹല്ലേലൂയ്യോ 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 ഹല്ലേലൂയ്യോ.